സാഹചര്യം രാവിലെ ഫസ്റ്റ് തന്നെ ഉരുള് പൊട്ടിയപ്പോൾ എൻ്റെ മോൻ അതിൻ്റെ ഉള്ളിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു റൂമിൻ്റെ ഉള്ളിൽ നിന്ന്. അവനെ വലിച്ചെടുത്ത് ഞങ്ങൾ മുകളിലോട്ട് കയറിയത് കൊണ്ട് ഞങ്ങൾ 5 ആൾ സേഫായി രക്ഷപ്പെട്ടു. ബാക്കി ഞങ്ങളെ ഭാഗത്തുള്ളവർ മൊത്തവും പോയി. ഞങ്ങൾ 5 പേരുണ്ടായി. 5 പേര്. ഞങ്ങൾ മോന് പുറത്തെ റൂമിലായിരുന്നു, ഞങ്ങൾ 4 പേര് ഉള്ളിലായിരുന്നു. ഞാനും എൻ്റെ ഭർത്താവും, എൻ്റെ മോളും എൻ്റെ ഭർത്താവും അകത്തായിരുന്നു. പുറത്ത് റൂമിൽ മോൻ മാത്രമായിരുന്നു ഉണ്ടായത്. പക്ഷെ പുറത്ത് ഞങ്ങൾ വാതിൽ തുറന്നു നോക്കുമ്പോൾ ഫുള്ള് ഉരുളി പോകുന്നതാണ് ഞങ്ങൾ കാണുന്നത്. പാറയും കല്ലൊക്കെ ആയിട്ട് വേഗം എണീറ്റ് വന്ന് ഇത്രയ്ക്ക് വെള്ളത്തിലാണ്. ഞാൻ എൻ്റെ മകനെ ഓടി രക്ഷപ്പെടുത്തി. വിളി കേൾക്കുന്നുണ്ട്, അവൻ എണീക്കാൻ വയ്യ. എണീറ്റ് അവനെ പുറത്ത് കൊണ്ടുവന്ന് ഇപ്പോൾ ഈ ഹോസ്പിറ്റലിലാണ് എൻ്റെ മോൻ. 1 മണിക്കാണ്, കൃത്യം 1 മണിക്കാണ് പൊട്ടിയത്. അങ്ങനെ ഞങ്ങൾ സൗണ്ട് കേട്ടപ്പോൾ നേരെ ഞങ്ങൾ അവിടെ അടുത്തൊരു കാപ്പിക്കാട് ഉണ്ടായി. കാപ്പിക്കാടിൽ നിന്ന് നേരെ മേലോട്ട് കയറി ഒരു വിധം അങ്ങനെ ഒതുങ്ങിയപ്പോൾ ഞങ്ങൾ വീണ്ടും താഴേക്ക് വന്ന് ഞങ്ങൾ ഒരു 6-6:15 ആകുമ്പോൾ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി വീണ്ടും കാപ്പിക്കാട്ടിൽ കൂടെ പോയിട്ട് ഞങ്ങൾ ഏരവാരിൽ കൂടെ അങ്ങോട്ട് ഇറങ്ങി വന്നു. വീടൊക്കെ പോയി, ഫുള്ളും പോയി. അല്ല, ഞങ്ങൾ തലേ ദിവസം അനിയത്തിന്റെ വീട്ടിൽ പോയിട്ടുണ്ടായി. ഞങ്ങളെല്ലാരും അവിടെ ഇരുന്നു. എന്റെ വീട്ടിൽ രക്ഷപ്പെട്ടു. ഞങ്ങൾ പോയിട്ടുണ്ടാവും. ഒന്നും അറിയില്ല. ഞങ്ങള് ഇന്നലെ 2:30 ആകുമ്പോ പിന്നെ മോള് അതിൻ്റെ ആങ്ങളെയാ. അപ്പോൾ മോൾക്ക് ഗർഭിണിയാണല്ലോ, അതിങ്ങനെ ബേജാറായിട്ടേ മൂത്രമൊക്കെ അങ്ങനെ നടക്കണ്ടായി. അപ്പോൾ എൻ്റെ നാത്തും പറഞ്ഞ് എന്താ അറിയില്ല താത്ത, നല്ല ഒച്ചയൊക്കെ ഉണ്ട് പറഞ്ഞു. അപ്പോൾ നീച്ച് നോക്കുമ്പോൾ എന്തോ ഉരുട്ടി കൊണ്ടുവരുന്ന മാതിരി ഉണ്ട്. മുറ്റത്ത് നോക്കുമ്പോൾ ഞങ്ങളെ മുറ്റ ഫുള്ള് വെള്ളമാണ്, അത് ഏറ്റവും ടോപ്പിലാണ്. അപ്പോൾ ഈ പാലുണ്ടല്ലേ, കമ്പി പാലോ, അത് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് മാറ്റി വെച്ചിട്ട് കുട്ടികൾ മാറ്റി വെച്ചിട്ട് വായി തോണ്ടാൻ നിൽക്കുമ്പോഴത്തേന് പൊട്ടി വരികയാണോ ഇനി എന്താന്നല്ല, ഒന്നായിട്ട് വെള്ളം വന്ന്. അതിൽ ഞങ്ങൾ ഓടിയിട്ട് വേറെ വീട്ടിൽ കയറി. ആ വീട്ടിൽ സേഫ് അല്ലാന്ന് കണ്ടിട്ട് ഞങ്ങൾ സ്ഥലം നോക്കണില്ല, ഒരു കാട്ടിൽ കൂടെ കയറി ഓടി കുറച്ചങ്ങോട്ട് എത്തിയപ്പോൾ അവിടെ 3 ആന ഉണ്ടെന്ന്. തിരിച്ച് താഴോട്ട് തന്നെ വന്നിട്ട് കുറച്ച് നേരം അവിടെ നിന്നിട്ട് ഒരു 5:45 ആകുമ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് കുറച്ച് ഇവിടെ 85 പറയും, അവിടെ വന്ന് ഇറങ്ങിയിട്ട് അവിടെ നേരെ ഇങ്ങോട്ട് വന്നു. എൻ്റെ ആങ്ങളൻ്റെ വീടും പോയി, എൻ്റെ ഏട്ടത്തിൻ്റെ വീടും പോയി. എൻ്റെ വീടിന് കുഴപ്പമൊന്നുമില്ല, ടോപ്പിലായതുകൊണ്ട്. ഇനി ഞങ്ങൾ വന്നതിന് ശേഷം എന്തെങ്കിലും സംഭവിച്ചിക്കണമെന്ന് അറിയും. അപ്പൊ ഞങ്ങൾ അവിടെ നിന്ന് അങ്ങോട്ട് സ്കൂളിലോട്ടിലോട്ട് പോയി. അപ്പോൾ അവിടെ ഫസ്റ്റ് പൊട്ടിയൊന്നും നമ്മൾ അറിഞ്ഞില്ല. പിന്നീട് പൊട്ടിയത് ഭയങ്കര സൗണ്ടായിട്ടാണ് വന്നത്. അങ്ങനെ ഞങ്ങൾ കുട്ടികളൊക്കെ എടുത്തിട്ട് മേലെ കാപ്പിക്കാടാണ്, അങ്ങോട്ടൊക്കെ ഓടി. പിന്നെ അവിടെ നിന്ന് രാവിലെ രക്ഷാപ്രവർത്തകർ വന്നിട്ടാണ് അവിടെ കാട് കയറി വന്നിട്ട് അവര് കൂട്ടിയിട്ട് പോവുക ചെയ്തത്. അവരൊക്കെ വന്നിട്ടുണ്ട്. താഴെ ഭാഗത്തേക്കുള്ളവരൊക്കെ കാണാനില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. രാവിലെ 6 മണിയായി. അതിന്റെ മുമ്പായിട്ട് വരാൻ പറ്റിയില്ല അവർക്ക്. അവിടെ ആന ഉണ്ടെന്ന് പറഞ്ഞിട്ട് എല്ലാരും ഒരു വീട്ടിലാണ് നിന്നത്. എല്ലാരും ഉണ്ട്. ഞങ്ങളെല്ലാരും ഓരോരോ വണ്ടിയിലായിട്ടാ വന്നത്.